നമസ്കാരം. വ്യത്യസ്തതകൾ അന്വേഷിച്ചും അറിയേണ്ടവ അറിഞ്ഞും ഈ സഞ്ചാരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യാത്രയുടെ പുണ്യം നേടുകയും ആയിരങ്ങൾക്ക് അത് പകരുകയും ചെയ്ത ഒരു പുരോഹിതന്റെ സഞ്ചാര കഥകളെക്കുറിച്ച് അറിയുകയാണ് ഈ യാത്രയിലൂടെ. കൊച്ചി മുളന്തുരുത്തി സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിലെ ഫാദർ സ്ലീബ കാട്ടുമങ്ങാട്ട് കോർ എപ്പിസ്കോപ്പ. ചരിത്രവും ഈശ്വര വഴികളും നിറയുന്ന ഇസ്രായേലിന്റെ പുണ്യഭൂവിലൂടെ 2 ദശകം കൊണ്ട് 1 ലക്ഷത്തോളം പേരെ കൈപിടിച്ചു നടത്തിച്ച ഫാദർ സ്ലീബ വിശ്വാസവും ചരിത്രവും സമന്വയിക്കുന്ന ഈ ഭൂവിൽ ഇനിയും ആയിരങ്ങളെ ആനയിക്കുകയാണ്. പുണ്യനഗരിയിലെ യാത്രയെക്കുറിച്ചും യാത്രാവിശേഷങ്ങളെക്കുറിച്ചും നമുക്കുമറിയാം. രക്ഷകന്റെ വഴിയിലൂടെ ഇനിയുമൊരു യാത്ര. കൊച്ചി നഗരം കേരളത്തിലെ തിരക്കേറിയ നഗരം. യാത്രാവാഹനങ്ങളും ആരവങ്ങളും അതുകൊണ്ട് തന്നെ ഇവിടെ അടങ്ങുന്നുമില്ല. നഗരത്തിൽ നിന്നും തെല്ലുമാറി മുളന്തുരുത്തിയിലേക്ക് എത്തുകയാണ്. ഇവിടെ ചരിത്ര പെരുമയുറങ്ങുന്ന സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിലേക്ക്. കേരളത്തിൽ കിട്ടുന്ന ഒഴിവുവേളകളിൽ പൗരോഹിത്യ പുണ്യം പകരാൻ ഫാദർ സ്ലീബ കാട്ടുമങ്ങാട്ട് എത്തുകയാണ്. ഈ പരമകാരുണ്യവാന്റെ അനുഗ്രഹം തേടി. പൗരോഹിത്യ പാതയിലൂടെ സഞ്ചരിച്ച് ആയിരങ്ങൾക്ക് ആത്മീയതയുടെയും ആചാരത്തിൻ്റെയും ലാളിത്യം പകർന്ന് ഈ കോർ എപ്പിസ്കോപ്പ സഞ്ചാരത്തിൻ്റെ മഹത്വം കൂടി സഹജീവികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേരെ ഇസ്രായേൽ, ജോർദാൻ, പാലസ്തീൻ എന്നീ പുണ്യസ്ഥലങ്ങളിലേക്ക് ആനയിച്ച് അറിവ് പകർന്ന ഒരു പുരോഹിതൻ സ്ലീബ കാട്ടുമങ്ങാട്ടല്ലാതെ മറ്റാരുമല്ല. 2 ദശകം മുമ്പ് ഒരു നിയോഗം പോലെ കുറച്ചു മലയാളികളുമായി ഇസ്രായേലിന്റെ ചരിത്ര വഴികൾ കാണാനെത്തിയ ഈ പുരോഹിതൻ പിന്നീട് അത് ജീവിതവ്രതമായി മാറ്റുകയായിരുന്നു. ഒരു തവണയിൽ നിന്നും ആ യാത്ര പല തവണയായും പിന്നീട് എണ്ണപ്പെടാനാവാത്ത തവണകളുമായപ്പോൾ ക്രൈസ്തവരും യഹൂദരും മുസ്ലിങ്ങളും പുണ്യമായി കണ്ട ഈ പ്രദേശങ്ങൾ 10,000-കണക്കിന് മലയാളികൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ ഫാദർ സ്ലീബയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. 2 ദശകങ്ങളായി അങ്ങ് പുണ്യ നഗരങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ട് എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? വളരെ ഭാഗ്യവശാൽ 1989 ആദ്യമായിട്ട് ഞാൻ ജെറുസലേമിൽ ചെല്ലുവാൻ പ്രത്യേക സാഹചര്യത്തിലിടയായി. ആ യാത്രയിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം, ഈ രക്ഷകൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള സ്വർഗാരോഹണം വരെയുള്ള സ്ഥലങ്ങൾ എത്രയോ പുണ്യപ്പെട്ട സ്ഥലങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആ സ്ഥലങ്ങളിലൂടെ കണ്ടുപോകുന്നത് ആ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹകരമായിരിക്കുമെന്ന് ആ അഭിപ്രായം മറ്റ് സഭാപിതാക്കന്മാരുമായി, എല്ലാ സഭയുടെ പിതാക്കന്മാരുമായി പങ്കുവയ്ക്കുകയും അവരെല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ഗ്രൂപ്പ് അവിടെ ചെല്ലുകയും അതേ തുടർന്ന് പിന്നീട് ഗ്രൂപ്പുകൾ എടുക്കുന്നതിന് ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ലാതെ ഒരു ഓഫീസ് സ്ഥാപിക്കാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ തുടർന്ന് 20 വർഷക്കാലമായി ഞാനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ യാത്രയുടെ പ്രത്യേകതകളായിട്ട് കരുതുന്നത്? ക്രിസ്ത്യൻസിൻ്റെ മാത്രമായിട്ടുള്ളൊരു പുണ്യസ്ഥലമായിട്ടല്ല അതിനെ കാണുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികളെല്ലാവരും വരുന്ന ഈ പുണ്യസ്ഥലം യഹൂദന്മാരുടെ ഒരു ഹോളി പ്ലേസ്, ക്രിസ്ത്യാനികളുടെ ഹോളി പ്ലേസ്, മുസ്ലിങ്ങളുടെ ഹോളി പ്ലേസ്,
മുസ്ലിം സഹോദരങ്ങൾക്ക് മക്ക മദീന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലമായിട്ടാണ് എൽ-അസ്ക മോസ്ക്. ഇത് സ്ഥിതി ചെയ്യുന്ന ഈ യെരുശലേമിൽ പോകുമ്പോൾ വിവിധ ആളുകൾക്കും കിട്ടുന്ന പ്രത്യേക അനുഗ്രഹമാണ് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഹോളി ലാൻഡായിട്ട് അറിയപ്പെടാനുള്ള കാരണം എന്താണ്? ജെറുസലേം എന്നറിയപ്പെടുന്നത് എല്ലാ മതവിഭാഗത്തിൻ്റെയും ഒരുപോലുള്ള ഒരു പുണ്യസ്ഥലമാണ്. ആ പുണ്യസ്ഥലങ്ങളിൽ യേശുവിൻ്റെ ജനനം, വളർന്ന സ്ഥലം, നസ്രേത്ത് തുടങ്ങി ഓരോ സ്ഥലങ്ങളിലും ആദ്യത്തെ അത്ഭുത പ്രവർത്തനം കാന തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേക മനസ്സിൻ്റെ സന്തോഷം മാത്രമല്ല, അനുഗ്രഹം കിട്ടുന്നു എന്നുള്ളതാണ്. അതൊക്കെ എല്ലാ മതങ്ങൾക്കും ഉള്ള ഒരുപോലെ കിട്ടുന്ന അനുഗ്രഹമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയുടെ സമൂഹത്തിൻ്റെ ഒരു വൈദികനാണെങ്കിലും ക്രിസ്തീയ സമൂഹത്തിന് മാത്രം കിട്ടുന്ന ഒന്നല്ല, എല്ലാ സമൂഹത്തിനും കിട്ടത്തക്കവണ്ണം എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പ്രവർത്തിക്കുന്നു. അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ പ്രത്യേകമായി സന്ദർശിക്കുന്നത്? നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ നോർത്ത് സൈഡിൽ നിന്നാണെന്ന് ഞാൻ പ്രത്യേകം പറയാനിടയായി. അതിൽ നസ്രേത്ത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാതാവിനെ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അറിയിച്ച സ്ഥലമാണ് മംഗളവാർത്താ ദേവാലയം. അപ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച ആ മംഗളവാർത്താ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് യേശുവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം കാന തുടങ്ങി കപ്പർനഹൂം, നസ്രേത്ത്, തിബേരിയ, യേശു 5 അപ്പവും 5000 പേരെ തൃപ്തിപ്പെടുത്തിയ സ്ഥലം താബ്ഗ എന്ന് പറയും. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് ജെറുസലേമിലെത്തി, ബേത്ലഹേമിൽ ജനിച്ച സ്ഥലത്തെത്തി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ പഴയ കാലത്തുണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി ആ സ്ഥലങ്ങൾ കരുതി പള്ളികളാക്കി രൂപപ്പെടുത്തിയിരിക്കുക ഓരോ സ്ഥലങ്ങളും. അപ്പോൾ അവിടെ എല്ലായിടത്തും പ്രാർത്ഥിക്കുകയും ആ യാത്ര സന്ദർശനം നടത്തുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ്. പുണ്യസ്ഥലങ്ങളോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കെയ്റോ, പഴയ സംസ്കാരം, പിരമിഡ്സ്, മ്യൂസിയം തുടങ്ങിയൊക്കെ കണ്ടുവരുമ്പോഴും പ്രത്യേക അനുഭൂതി. ഓരോ വർഷവും കൂടുതൽ ആളുകൾ അവിടേക്കായിട്ട് എത്തുന്നുണ്ടോ? ഓരോ വർഷവും കൂടുതൽ ആളുകൾ വരുമ്പോൾ കൂടുതൽ അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് തന്നെ ക്രമീകരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതലായിട്ട് യൂറോപ്പിൽ നിന്നാണ് ആളുകൾ വന്നിരുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം ജനങ്ങൾ അങ്ങോട്ട് വരുന്നു. ഇന്ത്യൻസിനെ ധാരാളം നമ്മൾ എവിടെ നോക്കിയാലും കാണാം. അപ്പോൾ ആ ഇന്ത്യൻസിനെ കാണുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കും പ്രത്യേകം സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ളവരൊക്കെയും നമ്മുടെ ഹിന്ദി സിനിമ കാണുന്നതുകൊണ്ടായിരിക്കും. ഹിന്ദി ഫിലിം ആക്ടേഴ്സിനെ കണ്ട് പറയുന്ന പോലുള്ള വാക്കുകൾ ഇന്ത്യൻസിനെ കാണുമ്പോൾ പറയുകയും അവരെ പ്രത്യേകം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സീസൺ വല്ലതുമുണ്ടോ? 12 മാസത്തിലും അവിടെ പോകുന്നതുണ്ട്. പിന്നെ ഡിസംബർ വരെ കുഴപ്പമില്ല. ജാനുവരി, ഫെബ്രുവരി കുറച്ച് തണുപ്പ് കൂടുമ്പോൾ നമ്മൾ പ്രായം ചെന്നവരെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, കുറച്ച് കുറയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോഴും കൂടുതൽ ആളുകൾ വരുന്നത് ഇന്ന ടൈമെന്നില്ല. പിന്നെ ഇവിടുത്തെ വെക്കേഷൻ കിട്ടുമ്പോഴും കൂടുതൽ ഗ്രൂപ്പുകളുണ്ടാവും. ഓരോരുത്തർ സ്ഥലങ്ങളിലെ അവധി പ്രമാണിച്ച് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. എത്ര തവണ അങ്ങ് ഈ പുണ്യനഗരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും? ഞാൻ എൻ്റെ 100ാമത്തെ ഗ്രൂപ്പ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത കൽപ്പന അയച്ച് ഒരു ഗ്രൂപ്പാണ് പോയത്. അപ്പോൾ ആ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് 100 കഴിഞ്ഞു, 500 കഴിഞ്ഞു, 1000 കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്രൂപ്പ് നോക്കാറില്ല. പിന്നെ അതിലേറെ സന്തോഷമുള്ളത് ഇവിടെ എറണാകുളത്ത് കാലം ചെയ്ത കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവ്, കത്തോലിക്ക സഭയുടെ ഏറ്റവും ഒരു മാതൃകാപരമായ വിനയത്വത്തിൻ്റെ ഒരു കലവറയാണ്. ആ പിതാവിൻ്റെ നേതൃത്വത്തിലൊരു എക്യൂമിനിക്കൽ ഗ്രൂപ്പ് മാർത്തോമാ സഭയുടെ ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്ത ഉൾപ്പെടെ എല്ലാ സഭകളുടെ പിതാക്കന്മാരുമായി ഒരു യാത്ര നടത്തിയത് അവസ്മരണീയമാണ്. ആ ഗ്രൂപ്പിൽ ഏകദേശം 180 പേരുണ്ടായിരുന്നതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒരുപോലെ പങ്കെടുത്തു. ഒരു എക്യുമെനിക്കൽ ഗ്രൂപ്പ് യാത്ര. ഈ യാത്രയ്ക്ക് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള പ്രീ ഡിപ്പാർച്ചർ മീറ്റിംഗ് വല്ലതും നടത്താറുണ്ടോ? അപ്പോൾ ആ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഈ യാത്രയെക്കുറിച്ചൊരു ചെറിയ നിർദ്ദേശങ്ങളും കൊണ്ടുപോകേണ്ടതിനെക്കുറിച്ചും കയ്യിൽ കരുതേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കും. ആ നിർദ്ദേശത്തോടൊപ്പം തന്നെ അവരെ മനസ്സുകൊണ്ടൊന്ന് ഒരുക്കുക പതിവുണ്ട്. ആ ഒരുക്കം പ്രത്യേകിച്ച് യാത്രയിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ എല്ലാ ഐക്യവും സ്നേഹവും പരസ്പര ബഹുമാനവും പ്രകടിപ്പിച്ചാണ് എല്ലാവരും കരുതി പോകുന്നത്. ഇസ്രായേലിലെ പുണ്യനഗരങ്ങൾ ഏതൊക്കെയാണ്? ഇസ്രായേൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധ നഗരം എന്നുള്ളത് ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഓൾഡ് സിറ്റിയാണ്.
ഓൾഡ് സിറ്റിയിൽ യേശുവിനെ പീലാത്തോസ് ഒറ്റിക്കൊടുത്തത് ഗെത്സമനിയുടെ താഴെ വച്ചാണ്. ഇസ്രായേലും ബെത്ലേഹേമും ചരിത്ര സ്മൃതികളാൽ കൂടുതൽ നയനമനോഹരമാകുമ്പോൾ ഇവിടത്തെ പരമ്പരാഗത സംസ്കാരവും ജീവിത രീതിയുമൊക്കെ സഞ്ചാരികൾക്ക് അറിയാൻ കഴിയുന്നു. ബെത്ലഹേമും നസ്രത്തും മാത്രമല്ല, കുരിശിൻ്റെ വഴിയുമെല്ലാം കാണുവാൻ അവസരവും ലഭിക്കുന്നു. ജോർദാനിലെ അമ്മാനിൽ നിന്നും തുടങ്ങുന്ന കാഴ്ചകൾ ഈ ചരിത്ര വഴിയിലൂടെ സഞ്ചരിച്ച് പഴയതും പുതിയതുമായ നഗര കാഴ്ചകൾക്ക് അവസരമൊരുക്കുകയും കൂടിയാണ്. പലസ്തീന എന്നുള്ള പഴയ രാജ്യം ഇസ്രായേലും ജെറുസലേമും എല്ലാം ഒന്നായി കിടന്ന കാലഘട്ടത്തിൻ്റെ ഒരു ഭൂപടമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് യാത്ര ചെയ്തു പോകുന്നവർ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുക എന്നുള്ളതാണ് പ്രത്യേകതയിൽ നമ്മൾ ആദ്യത്തെ ഇസ്രായേലിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് വരും ഗലീലയുടെ പ്രദേശങ്ങൾ. ഈ പ്രദേശത്താണായിരുന്നു പ്രവർത്തനം നടന്നത്. ഗലീലയുടെ ഭാഗം നസ്രേത്ത്, കാന. അവിടെ നിന്നും യഹൂദിയ മരുഭൂമിയിലൂടെ ജെറുസലേമിലേക്കാണ് എത്തുന്നത്. ജെറുസലേമിൻ്റെ ഭാഗം എന്ന് പറയപ്പെടുന്നത് ക്രിസ്ത്യൻസിനും യഹൂദർക്കും മുസ്ലിംസിനും ഒരുപോലെ ഏറ്റവും പുണ്യപ്പെട്ട ഒരു നഗരമാണ് ജെറുസലേം. യേശുവിൻ്റെ ജന്മം കൊണ്ട് പുണ്യസ്ഥലമായി തീർന്ന ബേത്ലഹേം, യേശുവിൻ്റെ കാൽവരി ഗോകുൽത്ത സ്ഥിതി ചെയ്യുന്ന ഹോളി സെപ്ലിക്കൽ ചർച്ച് സ്ഥിതി ചെയ്യുന്ന ജെറുസലേം ഓൾഡ് സിറ്റിയും, വിലാവ് മതിൽ അല്ലെങ്കിൽ വൈലിംഗ് വാൾ, വെസ്റ്റേൺ വാൾ യഹൂദന്മാരുടെ പുണ്യസ്ഥലം, മുസ്ലിങ്ങൾ ഏറ്റവും പുണ്യസ്ഥലമായി കഴിയുന്ന അലസ്ക മോസ്ക്, മുഹമ്മദ് നബി അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസമുള്ള ഈ 3 സ്ഥലങ്ങളും ഒരേ ഭാഗത്തായിട്ട് ചുറ്റിക്കിടക്കുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ ഏവർക്കും ഏറ്റവും അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ വ്യത്യാസമില്ലാതെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വരുന്നു. മാനവ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ ഇതിനോടൊപ്പം അനുഭവവേദ്യമാക്കാൻ കഴിയുന്നു എന്നതും പ്രത്യേകതയാണ്. പിരമിഡും മമ്മി മ്യൂസിയവും ഒക്കെ കാണാൻ കഴിയുന്നു. അങ്ങ് പറഞ്ഞു ഈജിപ്തും നമ്മൾ കാണുമെന്ന്. അവിടെ കെയ്റോയിലുള്ള ചരിത്ര വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കെയ്റോയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒന്ന് നൈൽ നദിയാണ്. നൈൽ നദിയും നൈൽ നദിയുടെ തീരപ്രദേശങ്ങളുമായിട്ടുള്ള ഒത്തിരി കൃഷിസ്ഥലങ്ങൾ. അതിനേക്കാൾ ഉപരി ചരിത്രത്തിൻ്റെ ഭാഗമായി പിരമിഡ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിരമിഡ്സ് കൂടാതെ പഴയ സംസ്കാരത്തിൻ്റെ പല കലവറകളായി ആഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം, അതൊക്കെയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ സംസ്കാരം എത്രയോ വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ. ഫറവോൻ്റെ കാലത്ത് അടിമവേല ചെയ്ത് മിസ്രൈം ജനം എന്ന് പറയും, അവരുണ്ടാക്കിയ ആ പിരമിഡ്സ് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നും. കാരണം ഒരു ലോറിയുടെ പകുതി വരുന്ന കല്ലുകളാണ്. ഒരു കല്ലുകൾക്കൊപ്പം വേറൊരു കല്ലുകൾ, അതിൻ്റെ മേളിലായി ഇങ്ങ് വെച്ച് പിരമിഡ്സ് പണിതിരിക്കുന്നത്. ആ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നും. ഇതെങ്ങനെ മനുഷ്യനിർമ്മിതമാണ്. ഇന്നത്തെ കാലത്ത് അതൊക്കെ എടുത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ അന്നത്തെ കാലത്ത് ഇതെങ്ങനെ പണിതു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. പിന്നെ ആദ്യമായി ഈ കടലാസ് കണ്ടുപിടിച്ചത്, അതിന് പ്രത്യേകിച്ച് ഇലയുടെ ചെടിയിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന പപ്പരീസിൻ്റെ അതൊക്കെയും ഈജിപ്ഷ്യൻ സംസ്കാരം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും അനുഭൂതിയും വളരെ വലുതാണ്. മമ്മീസും നിരവധി അപ്പോൾ കാണുമല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. മമ്മീസിൻ്റെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിരമിഡ്സിനകത്ത് എല്ലാം മമ്മീസ് എടുത്ത് മാറ്റി എല്ലാം സൂക്ഷിച്ചിരിക്കുന്നതിൽ പിരമിഡ്സിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്ന റോയൽ മമ്മീസിൻ്റെ മ്യൂസിയത്തിലുണ്ട്. അതുകൂടാതെ അനിമൽസിൻ്റെ ഉണ്ട്. അതെല്ലാം നമുക്ക് നേരിട്ട് കാണുവാനും അത് മനസ്സിലാക്കുവാനും സാധിക്കും. തീർച്ചയായിട്ടും അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. എങ്ങനെയാണ് ഈ മമ്മീസ് രൂപപ്പെട്ടത്? ആദ്യകാലങ്ങളിലൊക്കെ റോയൽ ഫാമിലി എന്ന് പറയപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ മരണശേഷം അവരുടെ ഭൗതിക ശരീരമൊക്കെയും സൂക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു മമ്മീസ് കൊണ്ട് പെടുത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിരമിഡ്സ് അവരുടെ ഏറ്റവും കൂടുതൽ ധനത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഓരോരുത്തർക്കും ആ പിരമിഡ്സ് നിർമ്മിക്കുക എന്നുള്ളത്. ആ പിരമിഡ്സിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് അകത്തെ ഭാഗത്തായിട്ട് ഒരു വലിയ അറ പോലെ ഉണ്ടാക്കി. ആ അറയ്ക്കകത്താണ് ഈ മമ്മീസും അതിനോട് ചേർന്ന് അവരുടെ ആഭരണങ്ങളും എല്ലാം സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. അവരുടെ കാലശേഷം അതങ്ങനെ കരുതിയിരുന്നു. പിൽക്കാലത്താണ്
ഈ മമ്മീസ് എല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ഈ ഓർണമെൻറ്റ്സ് എല്ലാം മ്യൂസിയത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പിരമിഡ്സ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അത് കണ്ടാൽ വളരെ ആവശ്യം തോന്നുന്ന, വളരെ കൗതുകം തോന്നുന്ന രീതിയിൽ, മാത്രമല്ല ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പിരമിഡ്സിൻ്റെ ആർക്കും അവിടെ പോകാം. 7 വണ്ടറിൽ ഒന്നാക്കിയിട്ടുള്ള ആ സ്ഥലം സന്ദർശിക്കുക എന്നൊരു പ്രത്യേകതയാണ് ഹോളി ലാൻഡിൻ്റെ യാത്രയ്ക്ക് ശേഷം വരുന്നത് കെയ്റോയുടെ ഭാഗത്ത്. ഫാദറിന്റെ ഈ പ്രവൃത്തികൾക്ക് ഒരു മനസ്സോടെ പങ്കുചേരാനും അവർക്ക് നേതൃത്വം നൽകുന്നത് മകൻ ജോസ് സ്ലീബായാണ്, ഒപ്പം മരുമകൾ ദീപ്തിയും. ഇവരോട് യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം സഞ്ചാരികൾക്ക് അദ്ദേഹം നിർദ്ദേശങ്ങളും നൽകുന്നു. അങ്ങനെ പിതാവിൻ്റെ ദൗത്യത്തിന് ചാലകശക്തിയാവുകയാണ് ഇരുവരും. നസ്രത്തിൽ മംഗളവാർത്ത ദേവാലയത്തിൽ തുടങ്ങി സെൻറ്റ് ജോസഫ്സ് വർക്ക്ഷോപ്പ്, ഗലീലി തടാകത്തിലുള്ള ബോട്ട് യാത്ര, താബോർ മല, ഇപ്പോൾ ഇതിൽ പറയുന്ന യേശുവിൻ്റെ ബെത്ലഹേം ജനന സ്ഥലം, ഗോൽഗൊത്ത യേശുവിനെ കബറടക്കിയിരിക്കുന്ന ഇടം, അതേപോലെ ഒലിവുമല, ദാവീദ് രാജാവിൻ്റെ കല്ലറ, പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, ബൈബിൾ വായിക്കുന്ന എല്ലാ സ്ഥലങ്ങളും തന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ടൂറിൽ. ഒരേ പ്രായമായ ആളുകൾ മാത്രമേ ട്രിപ്പിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഹണിമൂൺ കപ്പിൾസ്, പ്രായം കുറഞ്ഞ വിദ്യാർത്ഥികൾ, എല്ലാ ഏജിലുള്ള ആളുകൾ ഈ ട്രിപ്പിന് വരാറുണ്ട്. യാത്രയ്ക്കായി നമ്മൾ പ്രത്യേകം വേഷം വല്ലതും കരുതേണ്ടതായിട്ടുണ്ടോ? ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് ആണുങ്ങളെ സംബന്ധിച്ച് പാൻറ്റും ഷർട്ടും ഒക്കെയാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ വേഷത്തിൻ്റെ ഒരു പ്രത്യേകതയില്ല. ഈ അവനവൻ്റെ നാട്ടിൽ എന്ത് വേഷം ധരിക്കുന്നോ അതേ വേഷം തന്നെ ധരിച്ചുകൊണ്ട് ഈ പുണ്യസ്ഥലങ്ങളിൽ വന്നു പോകുന്നതിന് പ്രത്യേകം സന്തോഷമാണ്. അവിടെ ഉള്ളവരും അതിൽ സന്തോഷത്തോടെ നോക്കുക, അല്ലാതെ ആരെയും കാണുമ്പോൾ പ്രത്യേകിച്ചൊരു കളിയാക്കുന്നു, നോക്കുന്നു, അങ്ങനെ ഒരു രീതികളില്ല. അപ്പോൾ ആ വേഷത്തിന് ഒരു പ്രത്യേകതയില്ല, അവരോട് വേഷം ധരിക്കാം. എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ? അവിടെ വിൻ്റർ സമ്മറും 2 സീസണാണ് വരുന്നത്. അതിൽ വിൻ്റർ തുടങ്ങുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ. അത് കഴിഞ്ഞ് പിന്നെ സമ്മറാണ്. സമ്മറിലാണെങ്കിലും ഓരോ